പലരുടെയും ചോദ്യമാണ്, പൊതുവെ ഭക്തി പലർക്കും കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഭക്തി കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ അവരുടെ ഭക്തി വരുന്നത് അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ജോലി കിട്ടിയില്ലെങ്കിൽ ഉടനെ ഭയങ്കര ഭക്തിയായിരിക്കും, കല്യാണം നടന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭക്തിയായിരിക്കും. അപ്പോൾ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ ഭക്തിയൊക്കെ പോയി, പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ അവരെ കണ്ടാൽ മതിയല്ലോ, ഓർമ്മിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ്. എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഞാൻ ഇന്ന ദൈവമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ദർ ഈസ് സം സൂപ്പർ പവർ. ആ ഒരു ശക്തിയുടെ കീഴിലാണ് ഇന്ന് സകല ചരാചരങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ശക്തിയെ നാം പല നാമധേയത്തിൽ വിളിക്കുന്നു, ആരാധിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എന്തായിരുന്നാലും ഭക്തി വേണം. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ചില ദശാകാലങ്ങളിൽ നമുക്കുണ്ടാകുന്ന ആപത്തുകൾ നമുക്ക് തടയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭക്തി വേണം, അത് ഏത് മതത്തിലായിരുന്നാലും. ഇനി ഇവിടുത്തെ ചോദ്യം, എനിക്ക് രാവിലെയും വൈകിട്ടൊക്കെ എന്തെങ്കിലും പറയാനായിട്ട് ഒരു മന്ത്രം പറഞ്ഞു തന്നുകൂടെ? പ്രധാനമായിട്ട് 2 മന്ത്രങ്ങൾ പറയാം. ഒരുപാട് മന്ത്രങ്ങളുണ്ട്, അതൊക്കെ പറയാമെങ്കിലും പ്രധാനമായി നാം പറയേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഓം നമഃ ശിവായ എന്ന് 108 പ്രാവശ്യം പറയാം. അത് നമ്മൾ എവിടെ പോയിരുന്നാലും, യാത്രയിലായിരുന്നാലും നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തത്, ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ ഇതുകൂടെ പറയാമെങ്കിൽ നമ്മുടെ മനസ്സിനൊരു തൃപ്തി കിട്ടും, അത് അനുഭവിച്ചറിയുക, അതുകൊണ്ട് ഗുണമേ ഉള്ളൂ. അതുകൊണ്ട് ഭക്തി നമുക്ക് വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം പല വീടുകളിലും കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. അവരെല്ലാം ഇതിന് പര്യായ പദങ്ങളാണ്. നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹമേ ഉള്ളൂ, എന്നെ കിടത്തരുതേ, പെട്ടെന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോകണേ എന്ന് അവസാനം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ കിടത്താതിരിക്കണമെങ്കിൽ, നല്ലൊരു സുഖം വരണമെന്നുണ്ടെങ്കിൽ നമ്മളോട് നമ്മുടെ മനസ്സിൽ അല്പം ദൈവത്തിൻ്റെ ഒരു സാമീപ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് 2 മന്ത്രങ്ങൾ പറയുക. ഓം നമഃ ശിവായ. രണ്ടാമത്തത്, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതെത്ര പ്രാവശ്യം പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞോളൂ. പിന്നെ പ്രാർത്ഥന, ഏത് ദൈവത്തിനോ ഏത് ക്ഷേത്രത്തിലോ എങ്ങനെ വേണം പോകാം. വിശ്വസിക്കുക, ഒരു വലിയൊരു ശക്തി നമ്മുടെ പിന്നിലുണ്ട്. ആ ശക്തിയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന്. കൊണ്ടെല്ലാവരും അല്പം ഭക്തി ജീവിതത്തിൽ കലർത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.